അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേ പ്രോട്ടീനെ പറ്റിയൊരു വീഡിയോ ആണ്. ജിമ്മിൽ പോകുന്ന ഒരുപാട് പേരെ ഡൗട്ടാണ് എന്താണ് വേ പ്രോട്ടീൻ, ഏത് വേ പ്രോട്ടീനാണ് ഉപയോഗിക്കേണ്ടത്, മാർക്കറ്റിൽ എത്ര തരത്തിലുള്ള വേ പ്രോട്ടീനാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേ പ്രോട്ടീൻ്റെ ഗുണം എന്താണെന്നൊന്നും ഒരുപാട് പേർക്ക് അറിയത്തില്ല. അപ്പോൾ വേ പ്രോട്ടീൻ നല്ലതാണോ നല്ലതല്ലേ എന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഫിറ്റ്നസ്പരമായിട്ടുള്ള ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നത് തന്നെ പാലിൽ നിന്നാണ്. പാലിൻ്റെ ദ്രാവക ഭാഗത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത 9 ആവശ്യ അമിനോ ആസിഡുകൾ ഈ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. പ്രോട്ടീൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ഗ്രോത്തിനും മസിൽ റിക്കവറിക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജിമ്മിലൊക്കെ പോയി നല്ല ഇൻറ്റൻസീവായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മസിലിന് റിക്കവറിയും മസിൽ ഗ്രോത്തും ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് അത്രമാത്രം പ്രോട്ടീൻ കിട്ടത്തില്ല. എങ്ങനെ പോയാലും ഒരു ദിവസം നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് അനുസരിച്ചുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബോഡിയൊക്കെ സെറ്റ് ചെയ്യണം, മസിലൊക്കെ നല്ല സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എക്സ്റ്റേണലായിട്ട് പ്രോട്ടീൻ എടുത്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മളെ ഗ്രോത്ത് പെട്ടെന്നാവണമെങ്കിലും മസിൽ റിക്കവറി പെട്ടെന്ന് നടക്കണമെങ്കിലും പ്രോട്ടീൻ കൊടുത്തേ മതിയാവും. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറിനകത്ത് ബ്രാഞ്ചിട്ട് ചെയ്യുന്ന അമിനോ ആസിഡ് BCAA അടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ BCAA ഒക്കെ എക്സ്ട്രാ മേടിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ഇൻഗ്രീഡിയൻസ് BCAA അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് അതും കൂടെ കുറച്ചുകൂടെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് മാനേജ്മെൻറ്റിനും പ്രോട്ടീൻ പൗഡർ ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റുകളിൽ 3 പ്രോട്ടീനാണ് അവൈലബിൾ ആയിട്ടുള്ളത്: വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, വേ പ്രോട്ടീൻ ഹൈഡ്രോലൈസേറ്റ്. ഈ 3 മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഈ 3 ഉപയോഗം എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട്. ഇനി ഇത് 3 തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എന്താണെന്ന് നോക്കാം. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്, വേ പ്രോട്ടീൻ ഹൈഡ്രോലൈസേറ്റ്. വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും മസിലൊക്കെ ഒന്ന് മാസ്സാക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ് നല്ലത്. വേ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വേ പ്രോട്ടീൻ ഐസൊലേറ്റിലോട്ട് പോവുക. വേ പ്രോട്ടീൻ ഹൈഡ്രോലൈസേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കോമ്പറ്റീഷൻ ടൈമിൽ കട്ടിങ് ടൈമിലാണ് നമ്മൾ ആ പ്രോട്ടീൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഒരു സ്റ്റേജിൽ കയറുന്ന ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിലാകുമ്പോഴത്തേക്ക് നമ്മളെ ശരീരം നല്ലപോലെ കട്ടാക്കും. എന്ന് വെച്ചാൽ ഫാറ്റ് കട്ട് ചെയ്ത് ലീൻ ബോഡി നിലനിർത്തി നല്ലൊരു മസ്കുലർ ബോഡിയാക്കി നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് 3 പ്രോട്ടീനും എന്തൊക്കെ, ചിലർ ഇത് അറിയാതെ പ്രോട്ടീൻ എടുക്കുന്നുണ്ട്. അറിയാതെ പ്രോട്ടീൻ എടുത്തിട്ട് ഒരുപാട് ചിലപ്പം വെയിറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ വെയിറ്റ് ലോസിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടെത്തനങ്ങൾ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം പ്രോട്ടീൻ സെലക്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫിനാൻഷ്യലി പ്രോട്ടീൻ പൗഡറൊക്കെ മേടിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് പേര് നെഗറ്റീവ്സുകളൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പ്രോട്ടീൻ പൗഡർ കഴിക്കില്ല, അത് കഴിച്ചാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അവർക്ക് അറിയാത്തതുകൊണ്ടാണ്. വേ പ്രോട്ടീൻ പാലിൽ നിന്ന് എടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. അപ്പം അതിന് ഇതുപോലെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് സാധനത്തിനാണെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയും, അമിതമായിട്ട് ഉപയോഗിച്ചാലും ഉപയോഗിക്കേണ്ട രീതിയും അതിന് ആ ഒരു ധാരണയിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഏത് സാധനത്തിനാലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക, അതുപോലെ അളവിൽ കൂടുതൽ കഴിക്കാതിരിക്കുക. നിങ്ങൾ പിന്നെ ഏത് സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ള സപ്ലിമെൻ്റ് മാത്രം എടുക്കുക. ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുക. ബ്രാൻഡും കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. നല്ലൊരു ബ്രാൻഡ് മാത്രം ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.